ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ഫത്തോസ് കുക്കിംഗ്. എല്ലാവർക്കും സുഖമാണോ? അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു പൊട്ടാറ്റോ റെസിപ്പിയാണ്. ഇത് ഫ്രൈഡ് പൊട്ടാറ്റോ കറിയാണ്. നമ്മൾ പൊട്ടാറ്റോ ഫ്രൈ ചെയ്ത് കറിയാക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഫ്രൈഡ് പൊട്ടാറ്റോ എന്ന് വിളിക്കുന്നത്. ഇത് നല്ല അടിപൊളി ടേസ്റ്റായിട്ടുള്ള കറിയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം പാനിലോട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. 4 ടേബിൾ സ്പൂൺ ആണേ. ഇനി നമുക്ക് പൊട്ടാറ്റോ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നമ്മൾ 3 പൊട്ടാറ്റോണ് എടുത്തേക്കുന്നത്. ഇത് ലെങ്ത്തിലാണ് നമ്മൾ സ്ലൈസ് ചെയ്തേക്കുന്നത്. ഉമ്മ ഇപ്പോൾ പ്രഷർ കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നോൺ സ്റ്റിക്ക് പാനിലോ എന്തിനാണെങ്കിലും ഉണ്ടാക്കാം. അപ്പം നമ്മൾക്ക് ഈ പൊട്ടാറ്റോ ഫ്രൈ ചെയ്തെടുക്കാം. ഇത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് ജസ്റ്റ് ഒന്ന് കുക്കായാൽ മതി. നിങ്ങൾ നോൺ സ്റ്റിക്ക് പാൻ യൂസ് ചെയ്താൽ ഈ പൊട്ടാറ്റോ സ്റ്റിക്ക് ചെയ്യാതെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളുടെ പൊട്ടാറ്റോ ഫ്രൈ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഈ സെയിം ഓയിലിലോട്ട് 2 അല്ലി ഗാർലിക്കും പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചിയും ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ 2 ഒനിയൻ സ്മോളായി സ്ലൈസ് ചെയ്തതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. 2 ഒനിയൻ അല്ലായിരുന്നു, 1 ഒനിയൻ ആയിരുന്നു. വലിയ ഒനിയൻ ആണെങ്കിൽ 1 മതി, ചെറുതാണെങ്കിൽ 2 എടുക്കാം. ഇനി നമ്മൾക്ക് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾക്ക് നല്ലോണം മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്ക് 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂൺ ടർമറിക് പൗഡറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂൺ പെപ്പർ പൗഡറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ കൊറിയൻഡർ പൗഡർ, പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാല. ഇതെല്ലാം ആഡ് ചെയ്തിട്ട് നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഈ മസാല കരിയാതിരിക്കാൻ നമുക്ക് കുറച്ച് വെള്ളമാണ് ഒഴിച്ച് സോട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ നമ്മളുടെ മസാല നമുക്ക് കരിഞ്ഞു പോകാതെ കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ തീ ഓഫ് ചെയ്തിട്ട് സോട്ട് ചെയ്താലും മതി. അപ്പോൾ നമ്മളുടെ മസാല കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് 2 ടേബിൾ സ്പൂൺ യോഗേർട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് പുളിയില്ലാത്ത യോഗേർട്ടാണ്. ഈ യോഗേർട്ട് പിരിഞ്ഞു പോകാതിരിക്കാൻ ഒന്ന് ഹൈ ഫ്ലെയിമിൽ നമുക്ക് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കണം. ഇതിപ്പം നല്ലോണം സോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 2 ടൊമാറ്റോയുടെ പ്യൂരി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് ഇളക്കി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പും ആഡ് ചെയ്ത് 1/2 ടീസ്പൂൺ ഷുഗറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നമ്മൾ ആഡ് ചെയ്യുന്ന ടേസ്റ്റ് ജസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാനാണ്. ഇനി നമുക്ക് 1 ടീസ്പൂൺ കസൂരി മേത്തി ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ 1 ഗ്രീൻ ചില്ലി സ്ലൈസ് ചെയ്ത് ആഡ് ചെയ്യാം. പിന്നെ കൊറിയാണ്ടർ ലീവ്സും കൂടെ ആഡ് ചെയ്യാം. ഇത് നിങ്ങളുടെ ആവശ്യത്തിനാണ്. പിന്നെ നമുക്ക് നേരത്തെ എടുത്ത പൊട്ടാറ്റോ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കൊന്ന് നന്നായിട്ട് മസാലകളോട് മിക്സ് ചെയ്യാം. നിങ്ങൾക്ക് എത്ര ഗ്രേവി വേണം അതിനനുസരിച്ച് വെള്ളം ആഡ് ചെയ്ത് നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് പ്രഷർ കുക്കർ അടച്ച് 1 വിസിൽ വരുന്നവരെ കുക്ക് ചെയ്തെടുക്കണം. നോൺ സ്റ്റിക്ക് പാനിലാണെങ്കിലും ഇതുപോലെ തന്നെ അടച്ചു വെച്ച് കുക്ക് ചെയ്യണം. നമ്മുടെ പൊട്ടാറ്റോ ഒന്ന് നന്നായി കുക്കായി വരുന്നവരെ കുക്ക് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ നമ്മളുടെ പൊട്ടാറ്റോ ഹാഫ് കുക്ക്ഡ് ആണ്. ഇനി ബാക്കിയും കൂടെ ഒന്ന് കുക്കായി വന്നാൽ മതി. ഇപ്പോൾ നമ്മളുടെ പൊട്ടാറ്റോ കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ നമ്മളുടെ എണ്ണയൊക്കെ തെളിഞ്ഞ് നമുക്ക് പൊട്ടാറ്റോ ഒന്ന് കുക്കായെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മളുടെ പൊട്ടാറ്റോ ഒക്കെ കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ഫ്രൈഡ് പൊട്ടാറ്റോ കറി എങ്ങനെ ഉണ്ടായിരുന്നെന്ന് ട്രൈ ചെയ്ത് നോക്കി താഴെ കമൻസിൽ എങ്ങനെ ഉണ്ടായിരുന്നെന്ന് പറയണം. അപ്പോൾ നമ്മളുടെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. സീ യു നെക്സ്റ്റ് ടൈം. ബൈ.